നമ്മളെപ്പോഴും ബൂമർമാരെ പറ്റിയും മില്ലേനിയലുകളെ പറ്റിയും സംസാരിക്കാറുണ്ട് അല്ലേ? പക്ഷേ ഇവർക്കിടയിൽ നമ്മളിൽ പലരും ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു തലമുറയുണ്ട്, ജനറേഷൻ എക്സ്. അപ്പോൾ അവരുടെ ലോകത്തേക്ക്, അവരുടെ ചിന്തകളിലേക്ക് നമുക്കൊന്ന് ഇറങ്ങിച്ചെന്നാലോ? ഈ ബൂമർമാർക്കും മില്ലേനിയലുകൾക്കും ഇടയിൽ ഒരു ഗ്യാപ്പിലെ, ആ ഗ്യാപ്പിൽ ജീവിച്ച എന്നാൽ അധികമാരും കാണാതെ പോയ ഒരു തലമുറ. ആരാണവർ? അവരുടെ മനസ്സ് പ്രവർത്തിക്കുന്നത് എങ്ങനെയാണ്? വാ, നമുക്കതൊന്ന് കണ്ടുനോക്കാം. അവരെ പലപ്പോഴും വിളിക്കുന്ന പേരാണ് അദൃശ്യരായ തലമുറ എന്ന്. ഒരു വീട്ടിലെ നടുവിലത്തെ കുട്ടിയെ പോലെ, ആരും അത്ര ഗൗനിക്കാത്തവർ. എന്തുകൊണ്ടായിരിക്കും അവർക്ക് അങ്ങനെ ഒരു പേര് കിട്ടിയത്? ആ ചോദ്യത്തിന്റെ ഉത്തരം കിട്ടണമെങ്കിൽ നമ്മൾ അവരുടെ കുട്ടിക്കാലത്തേക്കൊന്ന് പോകണം, അവരുടെ വ്യക്തിത്വം രൂപപ്പെടുത്തിയ ആ അനുഭവങ്ങളിലേക്ക്. ഒന്ന് ആലോചിച്ച് നോക്കൂ. 1984-ൽ 70 ലക്ഷം കുട്ടികളാണ് കഴുത്തിലൊരു താക്കോൽമാലയുമായി സ്കൂൾ വിട്ട് നേരെ ആളില്ലാത്ത വീട്ടിലേക്ക് വന്നിരുന്നത്. അവരെയാണ് ലാച്ച് കീ കിഡ്സ് എന്ന് പറയുന്നത്. ശരിക്കും ആരെയും ആശ്രയിക്കാൻ പറ്റില്ല, സ്വന്തം കാര്യം സ്വയം നോക്കണം എന്ന ആദ്യത്തെ പാഠം അവർ പഠിച്ചത് ഈ ഒഴിഞ്ഞ വീടുകളിൽ നിന്നാണ്. അങ്ങനെ ആരുമില്ലാത്ത ആ കുട്ടിക്കാലം അവരെ പ്രധാനമായും 3 കാര്യങ്ങൾ പഠിപ്പിച്ചു. 1, സ്വയം പര്യാപ്തത, സ്വന്തം കാര്യങ്ങൾ ഒറ്റയ്ക്ക് ചെയ്യാൻ അവർ ശീലിച്ചു. 2, നമ്മൾ ചെയ്യുന്ന ഓരോന്നിനും ഒരു ഫലമുണ്ടാകും എന്ന തിരിച്ചറിവ്. പിന്നെ 3-ാമത്തേത്, ഒരുപക്ഷെ ഏറ്റവും പ്രധാനപ്പെട്ടത്, അവസാനം വിശ്വസിക്കാൻ നമ്മൾ മാത്രമേ ഉണ്ടാവൂ എന്ന കൈപ്പേറിയ സത്യം. അപ്പോൾ ഈ അനുഭവങ്ങളുമൊക്കെയായി അവർ യൗവനത്തിലേക്ക് കടന്നപ്പോൾ എന്താ സംഭവിച്ചത്? അവർക്ക് മുന്നിൽ ഒരു വാഗ്ദാനം വെച്ചിരുന്നു, പക്ഷേ യാഥാർത്ഥ്യം മറ്റൊന്നായിരുന്നു. അവർക്ക് കിട്ടിയ വാഗ്ദാനം ഇതായിരുന്നു: നന്നായി പണിയെടുക്കുക, നിയമങ്ങളൊക്കെ അനുസരിക്കുക, അപ്പോൾ ജീവിതം സെറ്റാവും. എന്ത് സിമ്പിൾ ഫോർമുല അല്ലേ? പക്ഷേ ജീവിതം അത്ര സിമ്പിൾ ആയിരുന്നില്ല. അവർ കോളേജൊക്കെ കഴിഞ്ഞ് ജോലിക്ക് കയറാൻ നിന്നപ്പോഴാണ് .com ബബിൾ പൊട്ടുന്നത്. ഇനി അതൊക്കെ കഴിഞ്ഞ് കരിയറിൽ ഒന്ന് സെറ്റിലായി വന്നപ്പോഴോ വന്നു 2008-ലെ ആഗോള സാമ്പത്തിക മാന്ദ്യം. ചുരുക്കി പറഞ്ഞാൽ അവർക്ക് കിട്ടിയ ആ ഉറപ്പ് അവരുടെ കൺമുന്നിലിട്ട് തന്നെ പലതവണ തകർന്നു വീണു. ഈ തുടർച്ചയായ തിരിച്ചടികൾ അവരിൽ ഒരു പ്രത്യേക ചിന്താരീതി ഉണ്ടാക്കിയെടുത്തു. സൈക്കോളജിസ്റ്റുകൾ അതിനെ ഡിഫെൻസീവ് പെസിമിസം എന്ന് പറയും. സംഭവം സിമ്പിളാണ്. ഏറ്റവും നല്ലത് പ്രതീക്ഷിക്കുമ്പോഴും ഏറ്റവും മോശമായത് സംഭവിക്കാൻ തയ്യാറായിരിക്കുക. അതൊരു തരം മാനസിക കവചം പോലെയാണ്, പ്രതീക്ഷകൾ തകരുമ്പോൾ വല്ലാതെ വിഷമിക്കാതിരിക്കാൻ. അപ്പോൾ ഈ അനുഭവങ്ങളെല്ലാം മുതിർന്നപ്പോൾ അവരെ എങ്ങനെയാണ് മാറ്റിയത്? പ്രത്യേകിച്ച് അവരുടെ ജോലി സ്ഥലത്ത്. അവിടെയാണ് അവർ നിശബ്ദമായി തങ്ങളുടെ കഴിവ് തെളിയിച്ചത്. ജെൻഎക്സിനെ സംബന്ധിച്ച് നിങ്ങളുടെ സ്ഥാനപ്പേരിൽ ഒരു കാര്യവുമില്ല. നിങ്ങൾക്ക് നിങ്ങളുടെ പണി അറിയാമോ? എങ്കിൽ അവർ നിങ്ങളെ ബഹുമാനിക്കും, കൂടെ നിൽക്കും. നേരെ മറിച്ച് വെറും പൊള്ളയായ ഒരു ടൈറ്റിലും വെച്ചാണ് വരുന്നതെങ്കിൽ അവരിൽ നിന്ന് ഒരു തരി ബഹുമാനം പോലും പ്രതീക്ഷിക്കേണ്ട. ഇവരുടെ സ്വഭാവത്തിൽ നല്ല രസമുള്ള ചില വൈരുദ്ധ്യങ്ങളുണ്ട്, ഒരു പാരഡോക്സ് പോലെ. ഉദാഹരണത്തിന്, അവർ ഭയങ്കര ഇൻഡിപെൻഡന്റ് ആണ്, പക്ഷേ സഹായം ആവശ്യമുള്ളവരെ നിശബ്ദമായി സഹായിക്കും. കമ്പനിയോട് വലിയ കൂറൊന്നും കാണിക്കില്ല, പക്ഷേ ചെയ്യുന്ന പണിയോടും സ്വന്തം കഴിവിനോടും ഭയങ്കര കൂറായിരിക്കും. എല്ലാ സിസ്റ്റത്തെയും സംശയത്തോടെ നോക്കും, പക്ഷേ ഏൽപ്പിച്ച ജോലി ഏറ്റവും വിശ്വസ്തയോടെ തീർത്തു തരികയും ചെയ്യും. അപ്പോൾ ഇതെല്ലാം കൂട്ടി വായിക്കുമ്പോൾ ആരാണ് ശരിക്കും ഈ ജെൻ എക്സ്? ചരിത്രത്തിൽ എന്താണ് അവരുടെ സ്ഥാനം? അതിനൊരു ഉത്തരമേയുള്ളൂ: അവരൊരു പാലമാണ്. ശരിക്കും ജെൻ എക്സ് ഒരു പാലം തന്നെയാണ്. ലൈബ്രറിയിൽ പോയി ബുക്കെടുത്ത് പഠിച്ചിരുന്ന, ലാൻഡ് ലൈനിൽ സംസാരിച്ചിരുന്ന ആ പഴയ അനലോഗ് ലോകത്തെയും ഇന്നത്തെ സ്മാർട്ട് ഫോണുകളുടെയും ഇന്റർനെറ്റിന്റെയും ഡിജിറ്റൽ ലോകത്തെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു പാലം. ഈ 2 ലോകത്തും ജീവിച്ച, അത് നേരിട്ട് അനുഭവിച്ചറിഞ്ഞ ഒരേ ഒരു തലമുറ ഒരുപക്ഷെ അവർ മാത്രമായിരിക്കും. അപ്പോൾ എപ്പോഴും എല്ലാവരുടെയും ശ്രദ്ധ നേടാൻ നമ്മൾ ഓടുന്ന ഈ ലോകത്ത് ഒരു നിമിഷം നിന്ന് നമുക്ക് നമ്മളോട് തന്നെ ചോദിക്കാം: ഈ നിശബ്ദരായ മനുഷ്യരെ കേൾക്കാൻ തയ്യാറാവാത്തതിലൂടെ നമുക്ക് എന്തൊക്കെയായിരിക്കും നഷ്ടപ്പെടുന്നത്? കാരണം പാലങ്ങൾ അധികം സംസാരിക്കാറില്ല. അവയങ്ങനെ നിശബ്ദമായി അവിടെ നിന്ന് എല്ലാത്തിനെയും തമ്മിൽ ബന്ധിപ്പിക്കും, തിരിച്ച് ഒന്നും പ്രതീക്ഷിക്കാതെ. ഒരുപക്ഷെ അതാണ് ജെൻ എക്സിന്റെ ഏറ്റവും നല്ല നിർവചനവും.